ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കൂടെ രക്ഷപ്പെടാനായിട്ട് നോക്കുക കേട്ടോ ചെയ്യുന്ന ആ കൂടും കാട്ടിലൂടെ തന്നെ രണ്ടുപേരും കൂടി ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴത്തേനാണെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണ്ട വന്നതിന് ശേഷം അവരോട് തോക്ക് ചൂണ്ടുക കേട്ടോ ചെയ്യുന്നത്. അവിടെ നിന്നോ എന്ന് പറയുകയാണ്. പെട്ടെന്ന് അവർ പേടിക്കുന്നുണ്ട്, കൃഷും അതുപോലെ കൺമണിയും. അതിനുശേഷം തന്നെ കൃഷിനോടും അതുപോലെ കൺമണിയോടായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ രക്ഷകൻ വന്നു അല്ലേ നിന്നെ രക്ഷപ്പെടുത്താനായിട്ട്, ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോണതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം പോലീസ് കണ്ണമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ ആ ഗോഡൗണിലേക്ക് എത്തുകയും ബാക്കിയുള്ള ഗുണ്ടാ സംഘത്തെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ വിവരം കണ്ണമ്മയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കൺമണിയും അതുപോലെ കൃഷും എവിടെയാണെന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവരിവിടെ ഇല്ല, കൂട്ടത്തിൽ കൃഷും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് എന്നൊക്കെ, അവരിവിടെ ഇല്ല എന്നും പറയാം കേട്ടോ. അതിനുശേഷം തന്നെ മറ്റേ ഒരു ഗുണ്ടയെ കിട്ടിയിട്ടില്ല, അതിന് തെരച്ചിൽ നടക്കുകയാണ് ഞങ്ങളെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവനെയും കണ്ടെത്തണം എന്നും പറയുകയാണ്. അതിനുശേഷം തന്നെ കാണിക്കുന്നത് ബലരാമനെ കേട്ടോ. ബലരാമനാണ് ഇതിന് നേതൃത്വം കുറിച്ചതെന്നാണ് ആ ഗുണ്ടാ സംഘത്തിലെ എല്ലാവരും പറയുന്നത്. സാർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെ. അതിനുശേഷം നീ എന്താടാ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല മേഡം എന്ന് പറയുമ്പോഴത്തേനും ബലരാമനെ തല്ലുന്നുണ്ട് കേട്ടോ കണ്ണമ്മ. അതിനുശേഷം തന്നെ മേഡം എന്തിനാണ് എന്നെ തല്ലുന്നത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ആണോടാ, നിൻ്റെ പേരാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഗുണ്ടകളെല്ലാവരും ബലരാമനാണ് ഞങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നിട്ടുള്ളത് എന്നുള്ളത്. നീ എന്താ ഞങ്ങളെ പറ്റിക്കാൻ നടക്കുകയാണോ, ഞങ്ങളെയാണോ നീ പറ്റിക്കുന്നതെന്ന് പറയുന്നു. മേഡം എനിക്കൊന്നും അറിയില്ല, കൺമണി അവളെ ഞാനല്ല തട്ടിക്കൊണ്ട് പോയതെന്ന് പറയുന്നു. പക്ഷെ ഒരിക്കലും തന്നെ അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കണ്ണമ്മ തയ്യാറല്ല. മറ്റൊന്നുമല്ല, കാരണം എവിടെ നോക്കിയാലും ബലരാമൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഈ കൺമണിയും ബലരാമൻ്റെ പേര് തന്നെ പറയും, കാരണം ആ ഗുണ്ടകൾ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് ബലരാമനാണ് ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതിനുശേഷം തന്നെ കാണിക്കുന്നത് കൃഷിനെയും കൺമണിയൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേനും തോക്ക് ചൂണ്ടി കൃഷ്ണനെ ഇപ്പം ഞാൻ കൊല്ലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്, സാറിനെ വിട്ടേക്ക് എന്ന് പറയുന്നു. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇല്ല കൺമണി നീ പോയി രക്ഷപ്പെട്ടോ, ഇവർക്ക് എന്നെയാണ് വേണ്ടത്, ഞാൻ നിന്നോളാം, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല സാർ, അതല്ല വേണ്ടത്. അതിനുശേഷം തന്നെ കൺമണി അടുത്തേക്ക് വരുന്നു കേട്ടോ. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അയാളെ ഉന്തി തള്ളിയിടുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷും അതുപോലെ തന്നെ കൺമണിയും കൂടി ആ ഗുണ്ടയെ നന്നായിട്ട് തല്ലി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു വടിയെടുത്തിട്ടൊക്കെ തല്ലാനായിട്ട് വരുന്നു. അങ്ങനെ തല്ലി ബോധം കെടുത്തുന്നുണ്ട്. അങ്ങനെ ആ തോക്ക് അവിടെ വീഴുന്നുണ്ട്. ആ തോക്ക് ദൂരെ കളയുന്നുണ്ട്. ഒരു പക്ഷേ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ എന്നിട്ട് കൺമണിയും കൂട്ടിക്കൊണ്ട് പോവാണ്. പെട്ടെന്ന് തന്നെയാണ് കൺമണി കാലിലൊരു മുള്ളു കൊള്ളുന്നത് കേട്ടോ. ആ മുള്ളു കൊള്ളുമ്പോഴത്തേനും നല്ല വേദനിക്കുന്നുണ്ട് കൺമണിക്ക്. അതിനുശേഷം തന്നെ കാല് വേദനിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ എന്താ കൺമണി എന്ന് പറ്റിയത്, എനിക്ക് നടക്കാൻ ഇനി സാധിക്കില്ല സാർ എന്ന് പറയുന്നു. അങ്ങനെ കൃഷാണെങ്കിലോ കൺമണിയെ എടുത്തുകൊണ്ട് പോകാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവളെ രക്ഷിക്കണം എങ്ങനെയായാലും. അതിനുശേഷം തന്നെ അവിടേക്ക് പോലീസിൻ്റെ ഒരു സംഘം എത്തുന്നു. അങ്ങനെ ആ ഗുണ്ടയെ കണ്ടുപിടിക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മേഡത്തെ വിളിച്ച് പറയുന്നുണ്ട്, മേഡം എല്ലാവരും അറസ്റ്റ് ചെയ്തു, പിന്നെ കൺമണിയുടെ കൂടെ ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അവരാണെങ്കിൽ ഒരു ഡീപ്പ് ഫോറസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. അവിടേക്ക് ഇപ്പം നമ്മൾക്ക് പോകാൻ സാധിക്കില്ല, മാത്രമല്ല ഇപ്പോൾ ഇരുട്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ അറിയിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ തെരച്ചിൽ നടക്കാനായിട്ട് സാധിക്കുള്ളൂ, കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവും. അപ്പോഴത്തേനും മേഡം പറയുന്നുണ്ട്, എന്തായാലും കൃഷി കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല എന്തായാലും ഞാൻ DGP ഒന്ന് വിളിക്കട്ടെ, ഇപ്പോഴത്തെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സുമിത്രയാണെങ്കിലോ ആ ഗുണ്ട തലവനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഫോൺ സ്വിച്ച് ഓഫാണ്, എന്താണ് അവ കിട്ടാത്തത് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ആ സമയത്താണ് ഭാഗ്യലക്ഷ്മി വരുന്നത്. അമ്മയ്ക്ക് ഇനി ആര് ഫോൺ വിളിച്ചാലും അവരെയൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയാട്ടോ. നീ എന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ ഞാൻ എങ്ങനെ പറയണം അമ്മേ, അമ്മ കാരണമല്ലേ ചേട്ടൻ ആ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നത്, പാവമല്ലേ എൻ്റെ ഏട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആരിനും വേണം അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ വന്ന് പറ്റുന്നത് എന്നും സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തിട്ടാണ് മോളെ, പിന്നെ നിങ്ങളെ കൺമണിയെ തട്ടിക്കൊണ്ട് പോയത് നമ്മുടെ ബിഹാറിൻ്റെ പഴയ ഗോഡൗണിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്, എന്നിട്ട് ചേട്ടൻ്റെ തലയിൽ കുറ്റം കയറ്റി വെച്ചിട്ട് ഒരു പക്ഷേ ഇനി ചേട്ടൻ സെല്ലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചേട്ടന് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാവാൻ സാധ്യതയുണ്ട്. തലയ്ക്ക് ഇത്തിരി വെളിവുണ്ടെങ്കിൽ അമ്മ പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ
പിന്നെ അത് പഴയ പോലെ തന്നെ ആവും. കാരണം നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പറയുന്നു കേട്ടോ. ഇനി മേലാൽ എന്നെ നിങ്ങൾ ഒരു കാര്യത്തിലും കൂട്ടണ്ട. കാരണം ഒരു അമ്മ ചെയ്യേണ്ട ഒരു തെറ്റല്ലേ, ഒരു വലിയൊരു തെറ്റാണ് നിങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. എൻ്റെ തല അടിച്ച് പൊട്ടിച്ചു. കാരണം ഈ മുറിവ് ഒരിക്കലും മാറല്ലേ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഇത് ഉണ്ടാകുമ്പോഴത്തേനും നിങ്ങളെ എനിക്ക് അത്രമേൽ വെറുപ്പായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. നിന്നാൽ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാവും. ഞാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. സുമിത്ര ഇപ്പോൾ പറയുന്നുണ്ട്, മോളെ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, എന്നിട്ട് മോള് നീ പോകുന്നെന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഷമമുണ്ട് എനിക്കെന്നൊക്കെ പറയുന്നു. നിങ്ങൾക്കൊരു വിഷമവുമില്ല. കാരണം നിങ്ങൾക്ക് സ്വാർത്ഥതയാണ്. അമ്മമാർ മക്കളെ കൊണ്ട് കൊല്ലിക്കാനും ഒന്നുമല്ല പഠിപ്പിക്കേണ്ടത്. അവർക്ക് നല്ല വിദ്യാഭ്യാസവും അതുപോലെ സംസ്കാരവും പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മക്കളെ ബലിയാടാക്കുകയാണ്. ഇനിമേല ഞാനിവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ലാലിയോട് പറയുന്നുണ്ട്, ഒരു പക്ഷേ ഇതിനെല്ലാം നേതൃത്വം കുറിക്കുന്ന ഇവരുടെ ഒരു വലങ്കൈ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾക്കാണല്ലോ അമ്മയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം. ഒരു പക്ഷേ നിങ്ങളെയും അമ്മ വകവരുത്താൻ ഒരിക്കലും മടി കൂട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പം നിൽക്കുന്നവരെ ചതിക്കുന്ന ഒരു സ്വഭാവമാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് ലാലി ആൻറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ ആദ്യമായിട്ട് മോളെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. പെട്ടെന്ന് ഇത്രയും കാലം സംസാരിക്കാത്ത അച്ഛൻ സംസാരിക്കുമ്പോഴത്തേനും അയ്യോ മോളെ അച്ഛൻ സംസാരിച്ചു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. മോള് പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലക്ഷ്മി അച്ഛൻ്റെ അടുത്ത് വന്നതിന് ശേഷം, അച്ഛൻ ഞാൻ ഇവിടെ നിന്ന് പോവാണ്, ഞാൻ പോയാലാണ് നിങ്ങൾക്ക് സമാധാനമാകുകയുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനോട് രാത്രിയും പറഞ്ഞിട്ട് ലക്ഷ്മി പോവാനായിട്ട് നോക്കുന്നു. പിന്നീട് കാണിക്കുന്ന കൊടും കാട്ടിലാണ്. ഇരുട്ടായി കഴിഞ്ഞു. അവിടെ കൺമണിയും ക്രഷ് സാഗറുമാണ് ഉള്ളത്. അങ്ങനെ കൺമണിക്ക് കാല് വേദനിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. സർ, നമ്മൾ കൊടും കാട്ടിലാണ്, ഇനി എന്താണ് ചെയ്യുക, ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രക്ഷപ്പെടും കൺമണി. പെട്ടെന്ന് തന്നെ ഒരു ആനയുടെ അലർച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. സർ, പേടിയാവുന്നുണ്ട്. ആന ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ പറയുന്നുണ്ട്. പറയാൻ പറ്റത്തില്ല, ഇത് കൊടും കാടല്ലേ, അതൊക്കെയാണ്, എന്താ ചെയ്യുക. സർ, എനിക്ക് വെള്ളത്തിന് ഭയങ്കര ദാഹമുണ്ടെന്ന് പറയുമ്പോൾ കൃഷും പറയുന്നുണ്ട്, എനിക്ക് നല്ല ദാഹമുണ്ട് കൺമണി, എന്ത് ചെയ്യാനാണ്, ഇവിടെ ആണെങ്കിലോ ഫോണിനൊന്നും റേഞ്ചും കിട്ടുന്നില്ല, ഈ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആവാനായിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്താ കാട്ടുക. എന്തായാലും ദാഹിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്, നമുക്ക് ഇവിടെ അരുവിയോ എന്തെങ്കിലും ഉണ്ടോ ഓടോ എന്നുണ്ടെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൃഷും കൺമണിയും കൂടി നോക്കാനായിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗറിനെയാണ്. സാഗറിനെ എല്ലാ വിവരവും അറിഞ്ഞിട്ട് കൃഷും കൺമണി എവിടെയാണെന്ന് അറിയാത്തത് കാരണം തന്നെ ഭയങ്കര ടെൻഷനായി നിൽക്കുക കേട്ടോ. അങ്ങനെയാണ് അപ്പോൾ അവിടേക്ക് മഹി വരുന്നുണ്ട്. സർ, ഒരു കുഴപ്പമില്ല, കാരണം കൺമണിയുടെ കൂടെ ക്രഷ് സാഗറും ഉണ്ടെന്ന് പറയുന്നു. അവർ രണ്ടുപേരും കൂടി അവിടെ ഒരു കൊടുങ്കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. അവരെത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് തന്നെ തോന്നുന്നു. സുജിനാണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. സാഗർ, നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളുടെ അടുത്തേക്ക് പോകാം, അവരൊറ്റയ്ക്കല്ലേ ആ കാടിൽ, എങ്ങനെയാണ് നിൽക്കുക, നമുക്ക് പെട്ടെന്ന് പോകാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, എന്തിനാ കൃഷും കൺമണി ഒരുമിച്ച് ആ കാട്ടിലോ എന്ന് പറയുന്നുണ്ട്. ആൻറ്റിയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെ തന്നെ അപ്പോൾ മഹി പറയുന്നുണ്ട്, സർ, ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, കാരണം എന്തൊക്കെ തെരച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല, അവരെത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മഹി അങ്ങോട്ടേക്ക് പോകുന്നു. മഹി നോക്കണേ എന്ന് പറയുന്നു. അപ്പോഴത്തേനും ആൻറ്റിയമ്മയ്ക്കാണെങ്കിലും നല്ല സംശയമുണ്ട്. കൃഷും കൺമണി ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. കാരണം അവരുടെ ഇടയിൽ ഒരു ഇഷ്ടമുള്ള കാര്യം ആൻറ്റിയമ്മയ്ക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നോക്കാം, എന്തൊക്കെ ആ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ആൻറ്റിയമ്മ. എത്രയും കാണിച്ചിട്ടുണ്ടാണ് ഇന്നത്തെ കിടിലം എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.